ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽസ് 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെങ്കിൽ ഈ എ ബി സി ഈ മൂന്ന് കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു x is equal to minus b plus or minus b equals minus b plus or minus root of b square minus 4ac by 2a. ഇതാണ് ഇതിൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac അതിന് ഡിസ്ക്രിമിനൻ്റ് വരും. ഡിസ്ക്രിമിനൻ്റ് കാരണം ഇതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റൂലെന്ന് അറിയണം. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു ഈസ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണെങ്കിൽ 2 സൊല്യൂഷൻസ്. ആ 2 സൊല്യൂഷൻസ് ആണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി സ്ക്വയർ 4ac തുല്യമാണെങ്കിൽ ഓർ ബി സ്ക്വയർ ഈക്വൽസ് 4ac, അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് 0 ബി സ്ക്വയർ മൈനസ് 0 ആയ അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 0/2a ആവും. അപ്പോൾ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. ഒരേ വാല്യൂ ആയിരിക്കും ആവർത്തിച്ച് വരുന്നത്, മൈനസ് ബി ബൈ 2a. ഇനി ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു റൂട്ട് നെഗറ്റീവ് സംഖ്യക്ക് റൂട്ട് കിട്ടില്ല. ഏത് സംഖ്യയുടെയും റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് നെഗറ്റീവിനെ നെഗറ്റീവ് വിളിച്ചാലും പോസിറ്റീവ് ആവും, പോസിറ്റീവിനെ പോസിറ്റീവ് വിളിച്ചാലും പോസിറ്റീവ് ആവും. അപ്പോൾ റൂട്ട് എപ്പോഴും എന്താവും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സംഖ്യക്ക് റൂട്ടില്ല. അതിനർത്ഥം നോ സൊല്യൂഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഡിസ്ക്രിമിനൻ്റ് നോക്കിയാൽ അത് ബി സ്ക്വയർ മൈനസ് 4ac 0 ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അധികം ഫോർമുല വേണ്ട. ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണെങ്കിലാണ് ഈ വാല്യൂ വരുന്നത്. ബി സ്ക്വയർ മൈനസ് 4ac 0 ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ തന്നെ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു 2x² മൈനസ് 7x പ്ലസ് 3 സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് എ 2 ബി നെഗറ്റീവ് 7 സി 3. ഇപ്പോൾ നെഗറ്റീവ് 7 ആണ്. ഇതൊക്കെ പോസിറ്റീവായിട്ടാണ് കണക്കൂട്ടുക. ax² പ്ലസ് bx പ്ലസ് സി ഇപ്പം എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആയി നടക്കും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കാണും. മൈനസ് 7 ഹോൾ സ്ക്വയർ മൈനസ് 4 × 2 × 3 49. 4 × 2 × 3 24 equals 25. Root of b square minus 4ac root 25 equals 5.
അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a മൈനസ് ബി 7. ബി നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ബി അതിൻ്റെ നെഗറ്റീവ്. ഇവിടെ എപ്പോഴും ബിയുടെ നെഗറ്റീവ് വരുന്നത്. minus b plus or minus root of b square minus 4ac by 2a. 7 plus or minus 5. Root of b square minus 4ac 5. 5 2 into 2. Cos 7 plus 5 by 4. 7 minus 5 by 4. 12 by 4. 2 by 4. 3 or 1 by 2. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. വാല്യൂ ഓഫ് x 3 or 1 by 2. ഇനി വേറെ 2x squared plus x minus 4 equal to 0. b square minus 4ac. b square 1. 1 square is 1 ആണ് b. 4 into 2 into minus 4. ഇത് minus 4 ആണ്. 1 square 1. Minus into minus plus. 4 into 2 into 4. 24. Root 25. Root of b square minus 4ac. Root 25 equals 5. Minus b plus or minus root of b square minus 4ac by 2a equals minus b minus 1 plus or minus 5. Root of b square minus 4ac direct 5 by 2 into 2. Minus 1 plus 5 by 4 minus 1 minus 5 by 4 equals 5 minus 1 4. 4 by 4 1 minus 6 by 4 or 1 minus 3 by 2. Value of x are 1 or minus 3 by 2. Oh, sorry, 32. This is 33. Root 33. Root 33. 5 out. So minus 1 plus or minus root 33 by 2 into 2 equals minus 1 plus root 33 by 4 minus 1 minus root 33 by 4. ഇത് രണ്ടും അതെ. അതിന് കറക്റ്റ് വാല്യൂ കിട്ടില്ല. നെക്സ്റ്റ് 4x square plus 4 root 3x plus 3 is equal to 0. b square minus 4ac. 4 root 3 square minus 4 into 3 equals 4 square 16. Root 3 square 3 minus 4 into 4 16. 16 into 3 48. 48 minus 48 equals 0. b square minus 4ac 0 ആണെങ്കിൽ x is equal to minus d by 2a. വാല്യൂ ഫോർമുല minus
4 root 3 by 2 into 4 minus 4 ഉം 4 ഉം പോയി minus root 3 by 2 minus root 3 by 2. Both values are equal. Minus root 3 by 2 ആണ്. Next, 2x square plus x plus 4 equals to b square minus 4ac. b square 1 square minus 4 into 2 into 4 1 minus 16 minus 15 b square minus 4ac less than 0. No roots and root ഇല്ല. അപ്പോൾ ബി സ്ക്വയർ ഡിസ്ക്രിമിനന്റ് 0 നെഗറ്റീവ് ആണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, x minus 1 by x equals 3. നേരത്തെ രണ്ടും ഡയറക്റ്റ് ആയിരുന്നു. ഇത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. ഡിനോമിനേറ്ററിൽ എക്സ് ഒഴിവാക്കുക, എല്ലാത്തിനും എക്സ് കൊണ്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 1 by x 1, എക്സ് ഇൻറ്റു 3 എക്സ്. അപ്പോൾ എല്ലാത്തിനും എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 3x ആണ്. രണ്ട് സൈഡിലും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഇക്വേഷൻ മാറ്റം വരില്ല. അല്ലെങ്കിൽ എല്ലാ ടേംസിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും എക്സ് കൊണ്ടാണ് ഗുണിച്ചത്. ഇനി സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. b square minus 4ac minus 3 whole square minus 4 into 1 into minus 1 equals ഈ മൈനസ് ഒക്കെ ബ്രാക്കറ്റ് ചെയ്തു 9 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 1 4 9 പ്ലസ് 4 13. b square minus 4ac the root 30 or minus b ഇവിടെ 3 plus or minus root 13 by 2 into 1. അപ്പോൾ 3 plus root 13 by 2 3 minus root 13 by 2 ഇത് രണ്ടുമാണ് വരുന്നത്. Next, one by x plus 4 minus 1 by x minus 7 equals 11 by 30. ഇവിടെ ഡിനോമിനേറ്ററിൽ കുറേ ടേംസ് ഉണ്ട്. എക്സ് പ്ലസ് 4 ഉണ്ട്, എക്സ് മൈനസ് 7 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ അതിൻ്റെ LCM ഡിനോമിനേറ്ററിൻ്റെ LCM എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7 ഇൻറ്റു 30. ഇതുകൊണ്ട് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7 ഇൻറ്റു 30 എന്നാൽ എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 4 പോകും. അപ്പോൾ എക്സ് മൈനസ് 7 ഇൻറ്റു 30 ഇത് രണ്ടും മാത്രം ഉണ്ടാവും. മൈനസ് എക്സ് മൈനസ് 7 ഉണ്ട്, എക്സ് പ്ലസ് 4 ഇൻറ്റു 30 ഈക്വൽസ് 11 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7. ഇവിടെ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7 ഇൻറ്റു 30 പോകും. അപ്പോൾ എക്സ് മൈനസ് 7 ഇൻറ്റു 30 മൈനസ് എക്സ് പ്ലസ് 4 ഇൻറ്റു 30 പ്ലസ് ഈക്വൽ 11 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7.
30x minus 210 minus first bracket 30x plus 120 first bracket equals 11 into x square, x plus a into x plus b, x square plus a plus b, x plus a b, x square plus a plus b x plus a b എന്ന രൂപത്തിലാണ്. അപ്പോൾ x square a plus b 4 30x minus 210 minus 30x plus 120 equals 11 into x minus 3x minus 28. 30x minus 210 minus 30x minus 120 equals 11x minus 30x 33x minus 308. 30x cancel. 210 minus 120 minus 330 equals the x square 11x square equals 11x square minus 33x minus 308. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 0 ഈക്വൽസ് 11x സ്ക്വയർ മൈനസ് 33x മൈനസ് 308 പ്ലസ് 330 തിരിച്ചു വരാം. ഇത് റൈറ്റിലും അത് ലെഫ്റ്റിലും. 11x സ്ക്വയർ മൈനസ് 33x മൈനസ് പ്ലസ് minus 308 plus 330 22 equals divide all by 11. X square minus 3x plus 11 is equal to 0. 2 11 by x square 33 11 by the 3 23 11 is the 2. b square minus 4ac b square minus 4ac equals minus 3 all square minus 4 into 1 into 2 9 minus 8 equal 1. b square minus 4ac 1 root of b square minus 4ac 1 root 1 x minus b 3 plus or minus 1 by 2 into 1 3 plus 1 by 2 3 minus 1 by 2 4 by 2 2 by 2 2 1 2 or 1 root 2 1. Find the values of k for each of the following. Find the values of k for each of the following. k യുടെ വാല്യൂ ആണ്. So that they have two roots. 1
2x square plus kx plus 3 equals 0. Two equal roots ആണെങ്കിൽ two equal roots ആണെങ്കിൽ b square minus 4ac 0. k square minus 4 into 2 into 3 equals 0. K square minus 24 equals 0. K square equals 24. K root 24. അതിനെ 4 into 6 ആക്കുക. അപ്പോൾ 2 root 6 plus or minus 2 root 6. അപ്പോൾ 2 root 6 ഒരു വാല്യൂ minus 2 root 6 അടുത്ത വാല്യൂ. കേക്ക് രണ്ട് വാല്യൂ ഉണ്ടാവും. നെക്സ്റ്റ് kx into x minus 2 plus 6 is equal to 0. Kx square minus 2k plus 6 is equal to 0. b square minus 4ac 0. Minus 2 all square minus 4 into k into 6 is equal to 0. Minus 2 all square 4. Minus 24k equals 0. 4 is equal to 24k. K 24 by 4 equals 6. Next, is it possible to design a rectangular mango grove whose length is twice its breadth. And area 800 meters square. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ മാംഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ് ബ്രെഡ്ത്ത് ബി എക്സ്, ലെങ്ത് 2x, x into 2x equals 800. 2x square is equal to 800. X square is equal to 800 by 2 equals 400. X root 400 equals plus or minus 20. Minus 20 not possible. കാരണം ഇത് മെഷർമെൻ്റാണ്, നെഗറ്റീവ് വരില്ല. ഒരു മാംഗ്രോവിൻ്റെ ബ്രെഡ്ത്താണ്. Therefore, breadth 20 meter, length 40 meter, and a double. ഇനി
Is it possible to design a rectangular park? Is it possible to design a rectangular park? Of perimeter 80 meter and area 400 meter square. Perimeter 80 meter, area 400 meter square. It's all. Find its length and breadth. Let breadth is x, length perimeter 80 ആണ്. രണ്ട് ലെങ്തും രണ്ട് ബ്രെഡ്ത്തും കൂടിയ പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്ററിൻ്റെ പകുതി 40 മൈനസ് എക്സ്, ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 40 കിട്ടുള്ളൂ, പെരിമീറ്ററിൻ്റെ ഹാഫ്. Therefore area x into 40 minus x, അത് 400 ആണ്. x square 40x minus x square equals 400. Minus x square plus 40x minus 400 equals 0. ഇക്വേഷൻ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കുക, ഫസ്റ്റ് പോസിറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവ് വൺ കൊണ്ട് ഗുണിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 400 ഈസ് ഈക്വൽ ടു 0. പി സ്ക്വയർ മൈനസ് 4 ഡിസ്ക്രിമിനൻ്റ് നോക്കുക. b square minus 4ac minus 40 square minus 4 into 1 into 400. 40 square 1600 minus 1 is 0. Therefore x is equal to minus b by 2a, 40 by 2, 20, minus 20. So breadth is 20, length is breadth is 20, length also 20. It's a square. Next, the sum of the ages of two friends is 20 years. Sum of the ages of two friends is 20 years. Sum of ages of two friends. $20. 4 years ago, the product of their ages in years was 48. Four years ago, the product of their ages in years is 80. Product of their ages. Is such a situation possible? So let one friend
is x years old. Other 20 minus x. 4 years ago, first from x minus 4, second from 20 minus x minus 4, that is 16 minus x. Product x minus 4 into 16 minus 4 equals 80. That's the equation. A 48, 18 അല്ല 48, 48. Sum of their ages 20 and 4 years before the product of their age is 48. X minus 4 into 16 minus x. (16x minus x square minus 64 minus plus 4x minus x square plus 20x minus 64 equals 0. Equals 48. 16x minus x square minus x square minus 64 plus 4x is equal to 48. Minus x square minus 20x minus 64 minus 48 equals 0. Minus x square minus 20x minus 64 plus 48, 112 equals 0. Plus 20x minus x square plus 20x minus 112 is equal to 0. Full minus 1 x square minus 20x plus 112 0. B square minus 4x minus 20 all square minus 4 into 1 into 112 minus 20 square 400 minus 448 equal to minus 48, less than 0, not possible. ഇത് പോസിബിൾ അല്ല. ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിട്ട് ലെസ് ദാൻ 0 ആയാൽ പോസിബിലിറ്റി. ഒരു ഹോംവർക്ക്. Homework. Solve 1. Root x square root 3x square plus 10x plus 7 root 3 equals 0. Root 3x square plus 10x plus 7 root 3 0.
Second, solve x square plus 2 root x. 2 root 2x minus 6 is equal to 0. Three, check whether three is a root of equation root of the equation 2x square minus 8x plus 6 is equal to 0. Check whether 3 is a root of the equation 2x square minus 8x plus 6 is equal to 0. Four. If x is equal to 3 is one of the root of the equation x square minus 2kx minus 6 is equal to 0. If x is equal to 3 is one of the root of the equation x square minus 2kx minus 6 is equal to 0. Find k. If x is equal to 3 is one of the root of the equation x square minus 2kx minus 6 is equal to 0, find k. ഈ നാലെണ്ണം ഒന്ന് ഓക്കെ.